ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ഷെഫീഖുമായുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. എൻ്റെ പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഷെഫീഖിൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ, നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സോളാറുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു അവയർനെസ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഒരു സോളാർ എക്സ്പെർട്ടിനെ അല്ലെങ്കിൽ ഷെഫീഖിനെ പോലുള്ള ആൾക്കാരെ ഏത് ഘട്ടത്തിലാണ് ഒരു കൺസ്യൂമർ വിളിച്ച് ചോദിക്കേണ്ടത്? എപ്പോഴാണ് നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വരിക? ഞങ്ങൾ ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഇലക്ട്രിക്കൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. സോളാർ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ മീറ്റർ വേണം. നമ്മളിപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ഒരു മീറ്റർ ബോക്സ് വെക്കുള്ളൂ. നമ്മൾ 2 മീറ്റർ വെക്കാനുള്ള ബോക്സസ് വെക്കേണ്ടി വരും. ഏത് ഹൈബ്രിഡ് ആണെങ്കിൽ 3 മീറ്റർ വെക്കാനുള്ള ബോക്സ് വെക്കണം. അപ്പൊ ആ സമയത്തെ നമ്മൾ ഓൺ ഗ്രിഡ് ആണോ ഹൈബ്രിഡ് ആണോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനനുയോജ്യമായിട്ടുള്ള മീറ്റർ ബോക്സുകൾ വെച്ച് പോവുക. അതേപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള വയറിംഗ് ചെയ്യേണ്ടതുണ്ടാവും. ഇപ്പോൾ ഓൺ ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് ഓൺ ഗ്രിഡിന് എന്താ പറയുക, ഈ പറഞ്ഞ റൂഫ് ടോപ്പിൽ നിന്ന് പാനൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 25 സ്ക്വയർ mm പൈപ്പ് നമ്മൾ വലിച്ചിടേണ്ടതുണ്ട്. പിന്നെ നമ്മൾ വെക്കുന്ന ഔട്ട്പുട്ട് വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇൻവെർട്ടർ വരുന്ന സ്ഥലം, അവിടെ നിന്ന് നമ്മൾ കൺസീൽഡ് ആയിട്ടുള്ള വയറിംഗ് പൈപ്പിംഗ് ചെയ്തിടേണ്ടതുണ്ട്, അതായത് മീറ്ററിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വർക്കുകൾ ഉണ്ട്. അപ്പൊ ആ വർക്കുകൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ആ പറയുന്ന പൈപ്പിംഗ് അടിച്ചു പോകുന്ന സമയങ്ങളിൽ ഇനി ഫോർ എക്സാമ്പിൾ ഇതൊന്നും ആരും നോക്കുന്നില്ല, അവന്റെ ഒരു ബഡ്ജറ്റ് കൺസേൺ ഇപ്പൊ സോളാറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മ രണ്ടും പഠിച്ചോനെ വീട് വെച്ച ആൾക്കാർ അറിയാനുള്ള കാര്യം. അപ്പൊ എന്നാ ലാസ്റ്റ് ആയ സമയത്ത് അവൻ എന്നാ സോളാർ വെച്ചേക്കാം എന്നുള്ളൊരു ആവശ്യം വരികയും അവന്റെ ബഡ്ജറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ? ആ സമയത്ത് കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മീറ്ററിന്റെ ബോക്സ് നമുക്ക് കൺസീൽഡ് ആക്കാൻ പറ്റില്ല, പ്രൊജക്ടഡ് ആയിട്ട് വെക്കേണ്ടി വരും. ഇതിൽ നിന്നുള്ള പൈപ്പിംഗ് നമുക്ക് പ്രൊജക്ടഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയേ ഉള്ളൂ. ഒരാൾക്ക് ചെയ്യാൻ പറ്റാകില്ല. ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി എക്സിസ്റ്റിംഗ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ അവിടെയും ചെയ്യാം. പിന്നെ ഇപ്പൊ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കണം എന്ന് പോലും നമ്മൾ പറയുന്നില്ല. പകരം 2 പൈപ്പ് 25 സ്ക്വയർ mm 2 പൈപ്പ് റൂഫ് ടോപ്പിൽ നിന്ന് മീറ്റർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് അടുത്തേക്ക് വലിച്ചിടുക. ഇത് ഈ വീഡിയോ കണ്ടതിന് ശേഷം അവർ ചെയ്തോട്ടെ, നമ്മൾ വിളിക്കണം നിർബന്ധമില്ല. ഇനി ആരെ കൊണ്ട് സോളാർ ചെയ്താലും അവർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതേപോലെ മീറ്റർ ബോക്സ് വെക്കുമ്പോൾ 2 മീറ്റർ വെക്കാനുള്ള സ്പേസ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് കാണണം. ഓൺ ഗ്രിഡ് ആണ് ചെയ്യുന്നതെങ്കിൽ 2 മീറ്റർ വെക്കാനുള്ള സ്പേസ് നമ്മൾ കാണണം. അതും അവർ ചെയ്തു വെച്ചോട്ടെ. പുതിയ വീട് ആളാണ് വെച്ചോണ്ടിരിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സോളാറിനുള്ള പ്രൊവിഷൻ ഇപ്പോഴും ഇട്ട് വെച്ചേക്ക്, അല്ലെ? അതിന്റെ കോൺഡ്യൂട്ട് കാര്യങ്ങൾ ഇട്ട് വെച്ചേക്കല്ലേ, അവര് പിന്നീട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പൊ വീട് പണി കഴിഞ്ഞ സമയത്ത് ബഡ്ജറ്റ് ഇല്ല, അതിനുശേഷം ചെയ്യണമെങ്കിൽ നമുക്ക് 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെടും. പക്ഷേ താങ്ക് യു സോ മച്ച്. ചെറിയ പില്ലറുകളായിട്ടാണ് പോണത്. ലുമൻ എനർജി വളരെ ഗംഭീരമായിട്ട് എല്ലാ കേരളത്തിൽ അവിടെയും പുറത്തൊക്കെ പ്രോജക്ട്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം.